LDFിന്റെ തെക്കൻ മേഖലാ ജാഥ തൃശൂർ ജില്ലയിലൂടെ രണ്ടാം ഘട്ട പര്യടനം ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. PS സാരംഗ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വടക്കൻ മേഖലാ ജാഥയുടെ വിശേഷങ്ങളൊക്കെ PV കുട്ടനുമായി ചോദിച്ചറിയുകയായിരുന്നു സാരംഗ്. ജോഷില വയനാട്ടിലേക്ക് വികസന ജാഥ എത്തുന്നതിൻ്റെ സ്വീകരണ ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെയും പറഞ്ഞു തന്നു. തെക്കൻ മേഖലാ ജാഥയിലേക്ക് വരുമ്പോൾ ഇന്ന് രണ്ടാം ദിനമാണ്, രണ്ടാം ഘട്ട പര്യടനമാണ് തെക്കൻ മേഖലാ ജാഥയ്ക്ക്. ഏതൊക്കെ രീതിയിൽ, എവിടെ വെച്ചാണ് സ്വീകരണ കേന്ദ്രങ്ങൾ, തൃശ്ശൂരിലൂടെയുള്ള പര്യടനം ഏത് രീതിയിലാണ്, ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സാരംഗ്? വിനിഷ, ഇന്ന് തെക്കൻ മേഖലാ ജാഥയുടെ രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കുകയാണ്. ചാവക്കാട് നിന്നാണ് ആരംഭിക്കുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ ചാവക്കാട് നിന്ന് ആരംഭിക്കും. തുടർന്ന് മുല്ലശ്ശേരി, ചേർപ്പ്, മതിലകം, തേക്കിൻകാട് മൈതാനം, അതായത് തേക്കിൻകാട് മൈതാനത്താണ് സമാപനം. എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് തേക്കിൻകാട് മൈതാനത്ത് വൈകിട്ട് 5 മണിക്ക് സമാപനം നടക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും, അതായത് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്ന ഓരോ കേന്ദ്രങ്ങളിലെയും ജനപങ്കാളിത്തമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം പല മേഖലകളിൽ നിന്നുള്ള ജനങ്ങളാണ് ഈ ഓരോ വേദികളിലേക്കും ഒഴുകിയെത്തുന്നത്. ഇന്നലെയായിരുന്നു ആദ്യത്തെ പര്യടനം. അത് വടക്കാഞ്ചേരിയിലായിരുന്നു. അവിടെയും നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. അത് പ്രധാനമായും ഈ വലിയൊരു ആഘോഷത്തോടെ, കലാപരിപാടികളോടെ കൊട്ടിഘോഷിച്ചുകൊണ്ടുവരുന്ന ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. അത് തന്നെ എടുത്തു പറയേണ്ടതാണ്. കാരണം കേരളം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും സ്വീകരിച്ചത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞു വരുന്ന ഓരോ മേഖലാ ജാഥകളിലും കണ്ടുവരുന്ന വലിയ ജനപങ്കാളിത്തവും അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. എന്തായാലും ക്യാപ്റ്റനായിട്ടുള്ള ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയ്ക്ക് എല്ലായിടങ്ങളിലും വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന സ്വീകരണങ്ങളും വലിയ വിപുലമായി തന്നെ നടക്കും. അതിനുശേഷം നാളെയാണ് അവസാന ഘട്ട പര്യടനം. അത് പുതുക്കാട് നിന്ന് ആരംഭിക്കും. പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലാണ് എത്തുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി തെക്കൻ മേഖലാ ജാഥയുടെ തൃശൂർ ജില്ലയിലുള്ള പര്യടനത്തിന് വൈകിട്ട് 5 മണിയോടുകൂടി തൃശൂർ ജില്ലയിൽ സമാപനമാകും. ചാലക്കുടിയിൽ സമാപനമാകും. ശരി, സാരംഗാണ് തെക്കൻ മേഖലാ ജാഥയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും പര്യടനം തുടരുകയാണ്. മധ്യമേഖലാ ജാഥ നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. ജോസ് കെ മാണിയാണ് ജാഥ ക്യാപ്റ്റൻ.